ഹലോ ചങ്ങായിമാരെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം ഫർവാനി തോമസ്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല സന്തോഷത്തിലുള്ളത്. കാരണം നമുക്ക് യൂട്യൂബ് ചാനലിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അതായത് ഫർവാനി ഫാമിലി 2 ലക്ഷം ആൾക്കാരായിരിക്കാണ്. ഒരിക്കലും ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടും, എന്റെ സംസാരം കേട്ട് ഇത്രത്തോളം ആൾക്കാരുണ്ട് കൂടെ കൂടും. കാരണം എന്നോട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന നേരത്ത് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, എടാ എന്തിനാ വരുന്നത്, കേരളത്തിലെ എല്ലാ ആൾക്കാരെയും തെറി വാങ്ങുന്നത്, എനിക്ക് നാട്ടിൽ തന്നെ കുറെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെന്നെ തളർത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ സംസാരം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, എന്റെ കൂടെ നല്ലവരായ ആൾക്കാരുണ്ടാവും. അൽഹംദുലില്ലാ ഇന്ന് എന്റെ കൂടെ 2 ലക്ഷം ആൾക്കാരാണ്. ചില സമയത്ത് ഇവരൊക്കെ പറയാണ്ട് ഞാൻ വിചാരിച്ച് 2 ലക്ഷം ആൾക്കാരെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്താണോ, എന്റെ സംസാരം ഒന്നും കണ്ടാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ പോയതാണോ എന്ന് നോക്കാൻ പറ്റും. അങ്ങനെ ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടു, ഫർവാനി മേടിച്ചിട്ടുണ്ടേ നിങ്ങൾക്ക് സങ്കടാവോ, ഫർവാനി ടൂർസ് ഇല്ലാതായ നിങ്ങൾ ഓർക്കോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതിൽ വന്ന കമന്റ്സ് സത്യം പറഞ്ഞ 1-2 രാത്രികളിൽ ഞാൻ ഇരുന്ന് കരഞ്ഞു പോയി. ആ കമന്റ്സ് വായിച്ചിട്ട് മാത്രം. ആയിരക്കണക്കിന് കമന്റ്സ് ആണ് അതിൽ വന്നത്. ഓരോ ആൾക്കാരും വലിയ വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കമന്റ്സ് എഴുതിയിട്ടുള്ളത്. എന്റെ വീഡിയോ കാരണം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർക്കും സമാധാനം കിട്ടുന്നുണ്ട് പോലും, സന്തോഷം കിട്ടുന്നുണ്ട് പോലും. എടാ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് അത് മതി, ഞാൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വീഡിയോസ് ഇടാൻ നേരത്തും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് ആൾക്കാരെന്നെ ഇഷ്ടപ്പെടുക, ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൽഹംദുലില്ലാ നിങ്ങളെ സപ്പോർട്ട് കാരണം ഇപ്പൊ അതൊക്കെ കിട്ടി തുടങ്ങി. ഞാൻ ഇതിനു മുമ്പ് എന്റെ നോമ്പ് കുഴിക്ക് വന്നിട്ട് വെറുതെ ഷോർട്ട് വീഡിയോ ഇട്ടതാ. അതിൽ വന്ന കമന്റ്സ് എനിക്ക് സത്യം പറഞ്ഞ കേരളത്തിൽ ഇപ്പൊ എവിടെ പോയാലും നോമ്പൂരി കിട്ടും, നോമ്പ് തുറ കിട്ടും. അതിൽ വന്ന് വേറെ കുറെ കമന്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പൂർക്ക് മാത്രല്ലടാ, റമദാനിന് മാത്രല്ലടാ, ഈ ജീവിതത്തിൽ എപ്പം വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ വീട്ടിലേക്ക് പോകുന്നോളി. കാരണം നീ കാരണം നമ്മളെ ലൈഫ് അത്രത്തോളം ചേഞ്ച് ആയിരുന്നു. എടാ ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോവാണ്. ഇതിനൊക്കെ ഏത് തരത്തിലാണ് നന്ദി പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ തരാൻ മാത്രം ഒന്നും എന്റെ കയ്യിൽ ഇല്ല. എങ്ങനെ 2 ലക്ഷം ആൾക്കാർക്ക് ഞാൻ തരിക? ആകെ ഉള്ളത് ഇങ്ങനെ കുറച്ച് മോട്ടിവേഷനും തോട്ട്സും ബളബളാന്നുള്ള സംസാരവും ഇതല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മരണം വരെ ഇൻഷാ അല്ലാഹ് ഫർവാനി തോട്ട്സും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും മുന്നോട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഞാന് മോട്ടിവേഷൻ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുൾ മോട്ടിവേഷൻ വീഡിയോസ് ആയിരുന്നു. ഇപ്പൊ ചെറുങ്ങനെ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്റെ ലൈഫിൽ സങ്കടമേ ഉള്ളൂ ഫർവാനിക്ക, എന്റെ ലൈഫിൽ അതേ ഉള്ളൂ ഇതേ ഉള്ളൂ, കുറച്ച് ഹാപ്പിനെസ് മൊമെന്റ് കൂടി ഉണ്ട്, കുറച്ച് സന്തോഷം വരുന്ന കാര്യങ്ങളും കൂടി ഇടുന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ എന്തുണ്ട് മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്നുണ്ട്. അതിലുപരി ഫുഡ് ബ്ലോഗ് ഇടുന്നുണ്ട്. രാത്രി കക്കാൻ പോണത്, എന്റെ വീട്ടിൽ തന്നെ കക്കാൻ പോണ വീഡിയോസ് നിങ്ങൾ കണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയും തെണ്ടി തിരിയാൻ പോണ വീഡിയോസ് ഇടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ വീഡിയോസും ഉണ്ടാവും. അതിലുപരി മോട്ടിവേഷൻ വീഡിയോസും എന്തായാലും ഉണ്ടാവും. നിങ്ങളെല്ലാരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടൗണിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ എവിടെയെങ്കിലും ഞാൻ ഉണ്ടാവും. എന്തായാലും ബീച്ചിലോ ടൗണിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലും ഉണ്ടാവും. അപ്പൊ എവിടെന്നെങ്കിൽ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടേ ഫർവാനി ടൂർസ് അല്ലേ, എന്തൊക്കെയാണ് വിശേഷം, സുഖമല്ലേ, ഫർവാനിക്കാന്ന് കൈയൊക്കെ തന്ന് എന്താണ് ഷെയ്ക്കാനൊക്കെ തന്ന് ഒന്ന് അപ്രിസിയേറ്റ് ചെയ്ത് അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇനിയും പ്രൗഡ് ആവും. അങ്ങനെയൊക്കെ ചെയ്യണമെന്നേ. ഓക്കെ ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളെ സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വേറൊന്നും എന്റെ കയ്യിൽ തരാനില്ലടാ, ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എല്ലപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. കൂടെ ഉണ്ടാവും എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ബൈ.